Hi, welcome back. It's me from Ritseju. Today I would like to discuss about some most important and unexpected questions coming under business statistics and basic numerical skills, which is for the first semester uh, degree Kannur University students. അതായത് ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിലെ 1A11COM എന്ന കോഡ് നമ്പറുള്ള പേപ്പറിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഇതിൻ്റെ എൻഡ് വരെ വാച്ച് ചെയ്യുക, ലിസൺ ചെയ്യുക, then only you will get a good mark. Then kadakam first question, define statistics and what are the limitations of statistics. Many authors define the term statistics. One among them is definition given by Horace Secrets. Statistics are aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and should be placed in relation to each other. അതായത് ഒരു വലിയ ലെങ്തി ഡെഫിനിഷനാണ്, പക്ഷെ എന്നിരുന്നാലും ഇത് ഒതൻറ്റിറ്റീവായ ഡെഫിനിഷനാണെന്ന് പറയാൻ കാരണം ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡെഫിനിഷനിൽ ഓരോ പോയിൻറ്റും അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ചെറുതുകാലം മുതലേ എൻ്റെ പ്രൊഫസേഴ്സ് എന്നെ പഠിപ്പിച്ച ഡെഫിനിഷനാണ്. Then next, what are the limitations of statistics? അതിൻ്റെ കൂടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Limitation means it does not study the individual cases. Aggregates of facts ആണ്, അതുകൊണ്ട് ഇൻഡിവിജ്വൽ കേസസ് പഠിക്കുന്നില്ല. Then the statistical results are true only on an average. റിസൾട്ട് ആവറേജ് ബേസിസിൽ ട്രൂ ആണ്, പക്ക 100% ട്രൂ അല്ല. Then it does not reveal the entire study of the problem. അതായത് ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിന് കംപ്ലീറ്റ് അനാലിസിസ് അതിൻ്റെ അകത്ത് കിട്ടൂല. ഡസ് നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്ഡ്യൂഡ്. അതായത് നമ്മളെ കയ്യിൽ കിട്ടുന്ന പോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ അതിനെ പിന്നെന്താ പറയേണ്ടത് അതായത് അതിനൊരു ആ ഒരു ടേം മെൻഷൻ ചെയ്യാൻ ഒരു കൊട്ടേഷൻ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ നൈവ്സ് of which one can make the evil or god. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കത്തി പോലെയാണ്, അതിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഗോഡിനെ പോലെയും അല്ലെങ്കിൽ അതിനെ ഈവളിനെ പോലെയും പിശാചിനെ പോലെയും കാണാതെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് മോശമായിട്ട് യൂസ് ചെയ്താൽ അത് മിസ്യൂസ് ആയിപ്പോവും. ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഓൺലി വൺ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ദ പ്രോബ്ലം. അതായത് ഒരു മെത്തേഡ് മാത്രമാണ്, പ്രോബ്ലം സ്റ്റഡി ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്, അല്ലാണ്ട് കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ carried out by an agency collect the relevant data and analyze these data with the help of different statistical methods. അതായത് ഒരു ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതിൻ്റെ മേലെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ട സ്റ്റേജസ് എന്ന് പറയുന്നത് ആദ്യം പ്ലാനിങ് ദ എൻക്വയറിയാണ്, രണ്ടാമത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ, മൂന്നാമത്തത് ഓർഗനൈസേഷൻ ഓഫ് ദ കളക്റ്റഡ് ഡാറ്റ, ദെൻ നാലാമത്തത് പ്രസൻറ്റേഷൻ ഓഫ് ദ ഓർഗനൈസ്ഡ് ഡാറ്റ, ദെൻ അഞ്ചാമത്തത് അനലൈസിങ് ദ പ്രസൻറ്റഡ് ഡാറ്റ, ദെൻ അഞ്ചാമത്തത് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത്രയും സ്റ്റേജസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. ദ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ ആൻഡ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ. അതായത് പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ ഒറിജിനൽ ക്യാരക്ടറാണ്, ഇൻവെസ്റ്റിഗേറ്റർ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല, ദേ ആർ കളക്റ്റഡ് ബൈ സംബഡി എൽസ്. ദെൻ പിന്നെ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ ഇൻവോൾവ്സ് ലാർജ് എക്സ്പെൻസസ് ആണ്, ബട്ട് സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ ലെസ് എക്സ്പെൻസ് ആണ്. ദെൻ പ്രൈമറി ഡാറ്റ അറിയുന്നത് ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ ആണ്, അതായത് റോ മെറ്റീരിയലിൻ്റെ ഷേപ്പാണ്, അതിൻ്റെ മേലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പബ്ലിഷ്ഡ് ആയ ഡാറ്റയാണ്, വേറൊരാൾക്കാർ യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. പിന്നെ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ വിൽ ബി യൂഷ്വലി ആഡ്വക്കേറ്റ് ആൻഡ് സ്യൂട്ടബിൾ. അതായത് നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമുക്ക് അതിനെ മോൾഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പ്രൈമറി ഡാറ്റ. വേറെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മളെല്ലാ സ്റ്റഡിക്കും സ്യൂട്ടബിൾ ആയിരിക്കില്ല, ഇത് വേറെ ആരോ കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത സാധനമാണ്.
ദെൻ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ ടാബുലേഷൻ, വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ ടേബിൾ ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ടേബിൾ. ടേബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് arranging the data in rows and columns ആണ് tabulation. Tabulation is the final stage in collection and compilation of data. Final stage ആണ് in between collection and compilation. Then അതിൽ next question, what are the essential requirements of a good table ആണ്. ഒരു ടേബിളിന് വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ, ടേബിൾ ഷുഡ് ബി കോമ്പാക്റ്റ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, ടേബിൾ ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം, ദ ഐറ്റം ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കണം, ദെൻ ലൈൻ സെപ്പറേറ്റിംഗ് ദ സബ്ഡിവിഷൻ ഷുഡ് ബി കമ്പാരിറ്റീവ്ലി തിൻ ആയിരിക്കണം, ദെൻ പ്രോപ്പർ ടൈറ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഈച്ച് ടേബിൾ ഷുഡ് ബി പ്രൊവൈഡഡ്, ദെൻ നെക്സ്റ്റ് ഹെഡിങ്സ് മസ്റ്റ് ബി പ്രിസൈസ് ആൻഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി, ദെൻ നമ്പേഴ്സ് ഓഫ് ഹെഡിങ് ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ. Then if the rows have to be very long, then the step should be repeated at the right. Then abbreviation should be avoided as far as possible. Figures should be rounded as far as possible. Do not use ditto marks. Then facts should be arranged in a table so as to make a comparison between them. So ഇത്രയും എസെൻഷ്യൽസ് വേണം, അല്ലെങ്കിൽ these are the rules to be observed in constructing a table. Then next ചോദിക്കുന്നത് what are the parts of a table ആണ്. ടേബിളിന് ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ ഓഫ് ദ ടേബിൾ വേണം, ദെൻ ക്യാപ്ഷൻ ഓഫ് ദ ടേബിൾ. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ റെഫേഴ്സ് ടു ദ കോളം ഹെഡിങ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ദ കോളം റെപ്രസെൻറ്റ്സ്. ദെൻ സ്റ്റെപ്പ് വേണം. സ്റ്റെപ്സ് ആർ ദ ഡെസിഗ്നേഷൻ ഓഫ് റോസ് ഓർ ദീസ് ആർ ദ റോ ഹെഡിങ്സ്. ദേ ആർ at the extreme left and perform the same function of the horizontal rows. Then body contains the numerical information. It is the most important part of the table, body. The next head note വേണം. Head note is a brief explanatory statement applying the major parts of the materials in the table. Then footnote വേണം. These are placed directly below the body of the table whenever it is required. Then source note വേണം. Source എന്ന് പറഞ്ഞാൽ the source from where the data contained in the table has been obtained should be stated. So these are the parts of the table. The next question, what is average and what are the essential requirements of an average? Average എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആവറേജിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ these are the simple figure representing the whole of figures. Then essential requirements or characteristics of a good average എന്ന് പറഞ്ഞാൽ it should be clearly defined ആയിരിക്കണം, it should be based on all the observation of the data ആയിരിക്കണം, it should be easy to calculate ആയിരിക്കണം, then it should not be influenced by the sampling fluctuations, then it should be amenable to further algebraic treatment. ഇനിയും നമുക്ക് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റിയിരിക്കണം. then it should not be affected by the extreme item. ഇതാണ് ഒരു ആവറേജിന് വേണ്ട എസെൻഷ്യൽസ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. അതായത് ആ പ്രൈമറി സെക്കൻഡറി ഡാറ്റയിൽ വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിൽ ക്വസ്റ്റ്യനെയർസ് ആർ ദ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ പ്രിപ്പയർഡ് ബൈ ദ enumerator and send it to the respondents for collecting the data. whereas ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും അത് ഡാറ്റ കളക്ട് ചെയ്യുന്നതെല്ലാം ഇൻ്റർവ്യൂവർ തന്നെയാണ്. അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്നതെല്ലാം നേരിട്ട് പോയിട്ട് അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ തന്നെ എഴുതുന്നതാണ് ഷെഡ്യൂള്. അപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ കേസിൽ റെസ്പോണ്ടൻ്റ് എപ്പോഴും ഒരു എന്താ പറയണ്ടേ ലിറ്ററേറ്റ് പേഴ്സൺ ആയിരിക്കണം. കാരണം ഷെഡ്യൂളിൻ്റെ കേസിലാണെങ്കിൽ ഇല്ലിറ്ററേറ്റ് പേഴ്സണെ നമുക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നോക്കണം. ദെൻ വാട്ട് ഈസ് സ്ക്യൂനെസ്? സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ lack of skewness, skewed distribution എന്ന് പറഞ്ഞാൽ where the values of mean equals median is equal to mode ആണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ക്യൂനെസ്സിൻ്റെ വേറൊരു പേരാണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലാക്ക് ഓഫ് വാട്ട് ഈസ് സ്ക്യൂനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രിയാണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിമെട്രി അല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഓഫ് ദ മീൻ നോട്ട് ഈക്വൽസ് ടു മീഡിയൻ നോട്ട് ഈക്വൽസ് ടു മോഡ്. അതാണ് കറക്റ്റ് ആൻസർ. ആദ്യം പറഞ്ഞ തെറ്റിപ്പോയി. ദ നെക്സ്റ്റ് പ്രോബ്ലംസ് ആണ് ബേസ്ഡ് ഓൺ മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരിത്മെറ്റിക് മീൻ ആണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ഓൾ ഐറ്റംസ് ഫ്രം ദ മീൻ ഈസ് ഓൾവേസ് സീറോ. അതായത് നമ്മളൊരു മീനിൽ നിന്നും മറ്റുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് തമ്മിലുള്ള ഡീവിയേഷൻസ് നോക്കിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും. പിന്നെ വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ദ സ്ക്വയേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഈസ് ഓൾവേസ് എ ലീസ്റ്റ് വാല്യൂ ഓർ എ മിനിമം വാല്യൂ ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ? അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ആണ്. ഇൻഡെക്സ് നമ്പർ നമ്മൾ
ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ഫോർ മെഷറിംഗ് ദ ഡിഫറൻസസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ആണ്. ദെൻ അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് എന്നാൽ അതിൻ്റെ പേർപ്പസ് ഓഫ് ഇൻഡെക്സ് നോക്കണം. ദെൻ സെലക്ഷൻ ഓഫ് ദ ബേസ് പീരീഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്, ഓരോന്നിലും ഉൾപ്പെടുന്ന ഐറ്റംസിൻ്റെ എണ്ണം ശ്രദ്ധിക്കണം. ദെൻ ഒബ്റ്റെയിനിങ് ദ പ്രൈസ് കോട്ടേഷൻ, അതായത് നമ്മളിപ്പോൾ ആഫ്റ്റർ ദ commodities have been selected, the next problem is to price quotation, that is prices of the commodity may vary from places to places or from shop to shop, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ദെൻ സെലക്ഷൻ ഓഫ് ആൻ ആവറേജ്, അതായത് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ആവറേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് WEIGHTS വെയ്റ്റ്സ് ആണ്. അപ്പോൾ വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ ആ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റുള്ള വെയിറ്റ് കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ഫോർമുല, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാച്ചായൊരു ഫോർമുല ഡിവൈസ് ചെയ്യണം ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യമായിട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഫിഷേഴ്സ് ഇൻഡെക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ ഐഡിയൽ ഇൻഡെക്സ്, എന്തുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് ഐഡിയൽ ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാരണം ഫിഷേഴ്സ് ഇൻഡെക്സ് ഓൾവേസ് satisfies the time reversal test and factor reversal test, that is why this index is considered as an ideal index. Then next question എന്ന് പറയുന്നത് explain the uses of index numbers or index numbers is considered as an economic parameters. Why? Index numbers are also called economic parameters. Why? ഇത് രണ്ടിനും ഒരേ ആൻസർ ആണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ യൂസസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പറിന് ഇക്കണോമിക് പാരാമീറ്റേഴ്സ് സൂചകമായിട്ട് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ടു മെഷർ ആൻഡ് കമ്പയർ ദ ചേഞ്ചസ്, മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാനും പറ്റും ചേഞ്ചസ്. ദെൻ രണ്ടാമത്തെ ടു പ്രൊവൈഡ് എ ഗൈഡ് ലൈൻസ് ടു പോളിസീസ് ഉണ്ടാക്കുമ്പോൾ ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്യാൻ ഉപയോഗിക്കും. ദെൻ ടു സ്റ്റഡി ദ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്, അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ measuring the changes over a period of time, so it helps to make a general tendency of the phenomena. The next എന്ന് പറഞ്ഞാൽ it is useful for deflating എന്ന് പറഞ്ഞാൽ നാണയത്തിൻ്റെ മൂല്യം ചുരുങ്ങലാണ്, അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഫുൾ ടു അറൈവ് അറ്റ് എ റിയൽ വാല്യൂ ഫ്രം ദ നോമിനൽ വാല്യൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള യൂസസ്. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഓൾസോ കോൾഡ് ഇക്കണോമിക് പാരാമീറ്റേഴ്സ്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പറയുന്നത് വെച്ചാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ് ടു ഫീൽ ദ പൾസ് ഓഫ് ദി ഇക്കോണമിൻ്റെ പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ദേ ആർ യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി ടെൻഡൻസീസ് ഓഫ് ദ ബിസിനസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ഇക്കണോമിക് ചേഞ്ചസ്, അതായത് പിന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ബാരോമീറ്ററിൻ്റെ അതേ റോൾ തന്നെയാണ് നമ്മളെ ഇക്കണോമിക്കിലെ സമ്പദ് വ്യവസ്ഥയിലെ ചേഞ്ചസ് മനസ്സിലാക്കാൻ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡെക്സ് നമ്പർ ഈസ് കൺസിഡർഡ് ആസ് എൻ ഇക്കണോമിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രോബ്ലം ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ, എസ്പെഷ്യലി ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് ഒക്കെ ചോദിക്കാം. ഒരുപാടുണ്ട്. ലാസ്പിയേഴ്സ് ഇൻഡെക്സ്, പാഷേഴ്സ് ഇൻഡെക്സ്, കെല്ലീസ് ഇൻഡെക്സ് എന്ന് പറയുന്ന കുറേ ഇൻഡെക്സ് ഉണ്ട്. ദെൻ അതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, സിമ്പിൾ, അതൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട് സാധാരണ. ദെൻ അതുപോലെ നേരത്തെ പറയാൻ വിട്ടുപോയ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ കമ്മോഡിറ്റി ഇൻഡെക്സ് ചോദിക്കാറുണ്ട്, അതായത് പിന്നെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് മെത്തേഡ്, അഗ്രിഗേറ്റീവ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയാണ് നമ്മളെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ന്യൂമറിക്കൽ സ്കില്ലിൻ്റെയും ഒരു മിക്സഡ് സബ്ജക്റ്റാണ് നിങ്ങളെ സബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ന്യൂമറിക്കൽ സ്കില്ലിൻ്റെ പോർഷൻ എന്നുള്ളതാണ്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ഓൺ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കൽ, അതുപോലെ അഡ്ജോയിൻറ്റ്, ഇൻവേഴ്സ്, കോവിയറൻസ് എക്സെട്ര പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റാങ്ക് ഓഫ് മെട്രിക്സ് 3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻവേഴ്സ് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് കോവിയറൻസ് അറിയണം, അഡ്ജോയിൻറ്റ് അറിയണം. ഇതെല്ലാം അറിഞ്ഞാലേ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് എസ് എ ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മെട്രിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ള തിയറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ട്രാൻസ്പോസ് മെട്രിക്സ്, അതുപോലെ ഡയഗണൽ മെട്രിക്സ് പോലെയുള്ള ഹാഫ് മാർക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തിയറിയെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ മെട്രിക്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് കാര്യങ്ങൾ ഹാഫ് മാർക്കിന് 1 മാർക്കിന് മേ ബി ചോദിക്കാം. നിങ്ങളത് ടെക്സ്റ്റ് ബുക്കോ നോട്ട്സോ നോക്കി വായിച്ച് മനസ്സിലാക്കണം മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. മെട്രിക്സിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ബേസ്ഡ് ഓൺ ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ത്രൂ വെൻ ഡയഗ്രാം. അതായത് സെറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ പിന്നെ സെറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ത്രൂ വെൻ ഡയഗ്രാം ചോദിക്കാൻ. അതായത് സെറ്റിനെ എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുക വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ 3 മാർക്സിന് ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് ഓഫ് സെറ്റിൻ്റെ ഓപ്പറേഷൻസ്, യൂണിയന്, ഡിഫറൻസ്, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ് പോലെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ 3 മാർക്സിന് ചോദിക്കാറുണ്ട്. പിന്നെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് സാധാരണ PSC എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത് പോലെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് A എന്ന് പറയുന്ന ഒരാൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര സമയം കൊണ്ട്, B എന്ന് പറയുന്ന ഒരാൾ ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര സമയം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ 2 ആൾക്കാരും ഈ വർക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഒരു 3 സിറ്റുവേഷൻസ് യൂസ് ആക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്. പിന്നെ 2 മാർക്കിനും പിന്നെ ചോദിക്കാറുണ്ട്. കുറച്ച് ടഫാണെങ്കിൽ 3 മാർക്കും, സിമ്പിളാണെങ്കിൽ 2 മാർക്കിനും റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ചോദിക്കാറുണ്ട്. അതായത് ടോട്ടൽ എമൗണ്ട് തന്നിട്ട് ഓരോ റേഷ്യോ തന്നിട്ട് അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് 2 മാർക്കിനും. പിന്നെ 3 മാർക്കിൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി ഇൻകം തരും, അതുപോലെ എക്സ്പെൻഡിച്ചർ തരും, ഇത്ര എമൗണ്ട് ആണെന്നുള്ളത്, പിന്നെ റേഷ്യോയും തരും. പിന്നെ ഇതൊക്കെ തന്നിട്ട് എത്ര ഹൗ മച്ച് എമൗണ്ട് ഈസ് സേവ്ഡ് എന്ന രീതിയിലുള്ള 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ചോദിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ തിയറി ഭാഗങ്ങൾ ന്യൂമറിക്കൽ സ്കിൽസിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ന്യൂമറിക്കൽ സ്കിൽസിൻ്റെ മെട്രിക്സിൻ്റെ ഫസ്റ്റിലുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക. സോ ഇത്രയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫസ്റ്റ് സെമസ്റ്റർ UG ഡിഗ്രി BCom ഡിഗ്രി കുട്ടികൾക്കുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി കുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 10-18 ക്വസ്റ്റ്യൻസും സ്പീഡിൽ അതിൻ്റെ ഏകദേശം ആൻസേഴ്സും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ആയാലും തിയറി ആയാലും. അപ്പോൾ എല്ലാം ചോദിച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഈ ഓൺലൈൻ കാലഘട്ടത്തിലെ പഠിപ്പ് ഒരിക്കലും നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല. ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കേണ്ട മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമില്ല. സോ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, പഠിക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാനുള്ള പിന്നെ തയ്യാറെടുപ്പിലിരിക്കുക. ഇനിയും നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.